എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നിങ്ങളിത് കുറച്ച് മുളകായിരിക്കും കാരണം ഈ മുളക് വെച്ചിട്ട് എന്ത് ചെയ്യാനാണെന്നായിരിക്കും അല്ലേ. എലീനെ കൊണ്ട് തുന്നാൻ പാടി എത്ര പറഞ്ഞാൽ മതിയല്ലോ. നമ്മളൊരു കാന്താരി മുളക് നട്ട് തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കാന്താരിക്കൊക്കെ എന്താ വില, എന്താ ഗുണം, എന്തോരം ഗുണമുള്ള സാധനം കാന്താരി. കഷ്ടപ്പെട്ട് നമ്മൾ നട്ട് വളർത്തി കഴിഞ്ഞാൽ അതുവരെ എലി മറിച്ച് കളയുവാണ്. കടയോടെ പിഴുത് കളഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒരു കാട് പോലും ഇല്ല, ഒരു പുല്ല് പോലും ഇല്ലാതെയാണ് ഇത്തിരി സ്ഥലങ്ങളുള്ളത് ഇട്ടേക്കണം. എന്നിട്ടും ഇമ്മാതിരത്തെ എലിമടകളാണ്. പിന്നെ ബിസ്ക്കറ്റ്, കേക്ക്, പിന്നെ തേങ്ങാക്കൊത്ത്, ഉണക്കമീൻ എന്ന് വേണ്ട ഇവർക്ക് വേണ്ടുന്ന എല്ലാ വിഷങ്ങളും വെച്ചിട്ടും ഇവരിങ്ങനെ വന്നു നമ്മളുടെ നടുതലകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ല. ഞാൻ ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. ഇപ്പോൾ ഒന്നും കുഴിച്ചിടാതെയായി, പിന്നെ മണ്ണിലൊന്നും വെക്കാതെയായി ഈ എലികൾ കൊണ്ട്, എലീൻ്റെ ശല്യം കൊണ്ട്. അവർക്കും ജീവിക്കണം. അപ്പോൾ ഒറ്റ കൈക്ക് ഞാൻ വിചാരിച്ചു, പണ്ടൊക്കെ എൻ്റെ അപ്പൻ ചെയ്യുന്ന ഒരു പുകച്ച് പുറത്ത് ചാടിക്കാമെന്ന് പറയും. പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള ഒരു ഐഡിയ ചെയ്യണമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇന്നത്തെ പോലെ ബിസ്ക്കറ്റും പിന്നെ കേക്കൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക്, ഈ പഴയ ഏതെങ്കിലും വറ്റൽമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ എന്തെങ്കിലുമൊക്കെ മതി. അപ്പോൾ ഞാൻ ആ കുറച്ച് മുളക് ആദ്യം മടയിലേക്ക് കുറച്ച് പേപ്പർ ഇട്ടു. അപ്പോഴേക്കും ആരോ വന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പേപ്പർ ആ മടയിലിട്ടതിൻ്റെ ശേഷം കുറച്ച് മുളക്, കാന്താരി ആയാലും വറ്റൽമുളകായാലും എന്തായാലും കുഴപ്പമില്ല കേട്ടോ, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. മഴ പെയ്തിട്ട് ആകെ നനഞ്ഞൊക്കെ കിടക്കുക. അപ്പോൾ ഒന്ന് കത്ത് പിടിച്ചിട്ട് പിന്നെ പുകയണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ വൈകുന്നേരം നേരത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ സന്ധ്യ ആകുമ്പോൾ കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മഴ വന്നു. അപ്പോൾ ആകെ ആ മഴ നനഞ്ഞു പോയി. പിന്നെയും ഞാനത് പുതിയതായിട്ടൊക്കെ പിന്നെ ഒന്ന് സെറ്റ് ചെയ്ത് തീ പിടിപ്പിക്കും കേട്ടോ ആ മടയിലേക്ക്. അങ്ങനെ എല്ലാ മടകളിലും നമ്മളിങ്ങനെ മുളകിട്ടിട്ട് പിന്നെ പുകച്ചിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ എലി പുകഞ്ഞ് ശ്വാസം മുട്ടിയിട്ട് ഒന്നല്ലേ ചത്തുപോകും, അല്ലെങ്കിൽ നാട് വിടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മടയിലും ഇനി എന്നും അങ്ങനെ ഒരു 1/2 കിലോ മുളക് മേടിച്ചിട്ട് പുകയ്ക്കാൻ പോവുക. ഇതാണ് എൻ്റെ ഐഡിയ. ആ മുളകൊക്കെ വാടിപ്പോകും, കാരണം മുളകിൻ്റെയൊക്കെ ചോട്ടിലാണ് ഈ മട വന്നേക്കണതേ. നമ്മൾ എന്തെങ്കിലും വെച്ച് കാലൊക്കെ വെച്ച് നാട്ടി വെച്ചാലും പിറ്റേ ദിവസം അത് പിന്നെയും മറിച്ചിടും. കത്തണില്ലേ, മഴ കാരണം പിന്നെ കത്ത് പിടിക്കണില്ല. നന്നായിട്ടൊന്ന് കത്തിയിട്ട് പുകയണം. മുളകിൻ്റെ ആ എരിവ് പുകഞ്ഞ് ചാവണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പം ഞാൻ വീണ്ടും പേപ്പർ കത്തിച്ച് മുളകൊക്കെ പൊക്കി പിടിച്ച്, ഫോണാണെങ്കിൽ താഴെ വെച്ചിരിക്കുകയാണ് നിലത്ത്. എന്നിട്ടൊക്കെയാണ് ഞാനിന്ന് ഈ വീഡിയോ എടുക്കണേ കേട്ടോ. ഇത് നല്ലൊരു ഐഡിയ ആണ്, പഴയ ആൾക്കാർ തൊട്ട് ചെയ്യുന്നതാണ് എലിമട പുകയ്ക്കുക എന്നുള്ളത്. ഇപ്പം പിന്നെ എളുപ്പത്തിന് നമ്മളെന്തെങ്കിലും പിന്നെ എലിവിഷം പല രീതിയിൽ വയ്ക്കും, അല്ലെ എലിക്കണിയൊക്കെ വയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ തോറ്റിട്ട് ഈ പണി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എലീനെ ഓടിക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഉള്ള ഒരു പണ്ടത്തെ ഒരു വിദ്യ, അത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. നമുക്കൊരു പൈസ മുടക്കൊന്നുമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഈ പൂത്ത മുളകൊക്കെ മതി, എന്തെങ്കിലും നമ്മൾ എടുക്കാതെ പിന്നെ കളറില്ലാത്ത എന്തെങ്കിലുമൊക്കെ കുറച്ച് മുളക് മാത്രം മതി. അത് ആ മടയിലേക്ക് ഇട്ടിട്ട് കത്തിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് പുകഞ്ഞു കഴിഞ്ഞാൽ മട അടച്ച് വെക്കണം, പുക പുറത്ത് പോകാതെ. അപ്പോൾ അത് ഉള്ളിലേക്ക് പൊക്കോളും. അങ്ങനെ എലികൾ ഓടും. ഒന്നും അല്ലെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ശല്യം കുറഞ്ഞു കിട്ടും. എന്നും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എലി ശല്യം മാറും എന്നാണ് പണ്ടത്തെ അനുഭവത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം എൻ്റെ ഈ സൂത്രവിദ്യേൻ്റെ കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ബായ്.